ഇന്റലിജൻസ് നമ്മുടെ ഇന്നത്തെ ഓർണമെന്റ്സിന്റെ വീഡിയോക്കകത്ത് ക്ലിപ്പ് ഐറ്റംസ് ആട്ടോ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ നോർമലി ഞാൻ കാണിച്ചിട്ടില്ലാത്തൊരു മോഡലാണ്. അതായത് ബട്ടർഫ്ലൈ ക്ലിപ്പിന്റെ അകത്ത് പ്രീമിയം കളക്ഷൻ നമുക്ക് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലാണ്. ഭയങ്കര ലുക്കുള്ള ഐറ്റം ആട്ടോ. അപ്പൊ ഇതിന് അത്യാവശ്യം റേറ്റ് ഉണ്ട്, കാരണം അതിൻ്റെതായ ഒരു ഗ്രാൻഡ് ലുക്ക് അതിനുണ്ട്. ഇതെല്ലാം നമുക്ക് കൊറിയൻ ഐറ്റംസ് ആട്ടോ. കാരണം നോർമലി നിങ്ങൾ കണ്ടിട്ടേ കാണത്തില്ല. അപ്പൊ അത്രയും നല്ല പ്രീമിയം ആയിട്ട് വരുന്ന ഐറ്റംസ് ആണ്. ഇതിന്റെ തന്നെ ഡിസൈൻ ചെറിയ ചെറിയ വേരിയേഷൻ വരുന്ന ഡിസൈൻസ് ആണ്. നമുക്കങ്ങനെ വലിയ വ്യത്യാസമില്ല, കുഞ്ഞു കുഞ്ഞായിട്ടുള്ള ഡിസൈൻ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇതിലും AD സ്റ്റോൺ ആണ് യൂസ് ചെയ്തേക്കുന്നത്. AD സ്റ്റോണും പേളും കൂടെയുള്ള കോമ്പിനേഷൻ ആണ് എല്ലാം കാണിക്കുന്നത്. അപ്പൊ ഇത് അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ, ഒത്തിരി തീരെ ചെറുതല്ല, അത്യാവശ്യം വലിപ്പമുണ്ട്. നമുക്ക് ആ ഒരു ആവറേജ് ഒരു ഹാഫ് പോർഷൻ ഒക്കെ എടുത്തിടാൻ പാകത്തിനുള്ള വലിപ്പം ഇതിന് കിട്ടും. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, സാധാരണ കിട്ടുന്ന ടൈപ്പ് അല്ല, കൊറിയൻ ഐറ്റത്തിൽ വരുന്ന ഒരു ഗ്രാൻഡ് ലുക്കുള്ള ഐറ്റം എന്ന് പറയാം. ശരിക്കും നല്ല നല്ല ഗോൾഡൻ കളറിലാട്ടോ ചെയ്തേക്കുന്നത്. ഒത്തിരി ഡ്രസ്സിൻ്റെ കൂടെ മാച്ച് ചെയ്ത് ഇടാൻ പറ്റും, കാരണം പേൾ ആയതുകൊണ്ട് എല്ലാത്തിൻ്റെയും കൂടെ മാച്ച് ആയി പൊക്കോളും. എപ്പോഴും നമുക്ക് ആ ഒരു ഫംഗ്ഷനൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് സാരിയുടെ കൂടെയോ ഇല്ലെങ്കിൽ ചുരിദാറിൻ്റെ കൂടെയോ ഇതുപോലെ ബട്ടർഫ്ലൈ ക്ലിപ്പ് ഹാഫ് പോർഷനൊക്കെ എടുത്തിരുന്നവർ ആ കൂടുതലെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ഫംഗ്ഷനൊക്കെ ആണെങ്കിൽ കൂടുതൽ നമ്മൾ ആ ഒരു രീതിയിലായിരിക്കും മുടി ഇടുന്നത്. അപ്പം അങ്ങനെ ഇല്ലേ, ഇൻ കേസ് നമുക്ക് അഴിച്ചിട്ടിട്ടാണെങ്കിൽ പോലും സിമ്പിളായിട്ട് ബാക്ക് സൈഡിൽ കൊടുത്താലും നല്ല ഭംഗിയായിരിക്കും. ഞാൻ നോക്കട്ടെ, ജസ്റ്റ് ഒന്ന് ഞാൻ ഇത് ഒരെണ്ണം കുത്തി കാണിക്കാം കേട്ടോ, എങ്ങനെയാണ് അത് കിടക്കുന്നതെന്നുള്ളത്. അപ്പം അതിൻ്റെ ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കാണിക്കാത്തത്. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ നിങ്ങളിങ്ങനെ കണ്ടുവെച്ചോ, ഇതല്ലാതെ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ഇതുപോലെയാട്ടോ, ഇതിൻ്റെ ഈ ഒരു ബട്ടർഫ്ലൈ ക്ലിപ്പ് നിങ്ങൾക്ക് അറിയാലോ, നോർമലി യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ്. ഇതിലാണെങ്കിലും ഒരു കുഞ്ഞ് സ്റ്റോൺസ് ഒക്കെ ഇതിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ചേർത്തിട്ട് അതിൻ്റെ ആ ഒരു സ്റ്റോണിൻ്റെയും പേളിൻ്റെയും ഒക്കെ ആ ഒരു ഭംഗിയുടെ അനുസരിച്ചാണ് അതിന് റേറ്റ് വരുന്നത്. റേറ്റ് ഇന്ന് കാണിക്കുന്ന എല്ലാത്തിനും സെയിം റേറ്റ് തന്നെയാണ്, കാരണം വലിയ വ്യത്യാസമില്ല, കുഞ്ഞു കുഞ്ഞു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ നമ്പേഴ്സ് നോട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ആ നമ്പർ ചേർത്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. നമ്പർ വരുന്നത് P227, റേറ്റ് 290 290. നമുക്ക് രണ്ടാമത്തെ ഡിസൈൻ ഇതാട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ജസ്റ്റ് തലയിൽ കുത്തിയും കാണിച്ചെന്നുള്ളതേ ഉള്ളൂ. അടിപൊളിയല്ലേ, നമുക്ക് ആ തലയിൽ ഇട്ട് കണ്ടെങ്കിൽ അതിൻ്റെ ഭംഗി മനസ്സിലാവുള്ളൂ, അതുകൊണ്ടാട്ടോ അങ്ങനെ കാണിക്കണേ. ഞാൻ എടുത്തിട്ട് കാണിക്കാം. ഇതുപോലെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തും സെയിം തന്നെ പേളും പിന്നെ AD സ്റ്റോൺസും ആണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് നല്ല രസമാട്ടോ. മറ്റേതുമായിട്ട് വലിയ വേരിയേഷൻ ഇല്ല, ആ സ്റ്റോൺസ് മാറ്റിയും മറിച്ചും വെച്ചേക്കുന്നതിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇതാണെങ്കിൽ ഒരു സൈഡിലായിട്ട് ഫ്ലവറിന്റെ ഒരു സ്റ്റോണിന്റെ ഡിസൈനും മറ്റേ സൈഡിലായിട്ട് പേളും വെച്ചിരുന്നു, അങ്ങനെ മാത്രമുള്ള വ്യത്യാസമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിന്റെ പാറ്റേൺ വരുന്നത്. കറക്റ്റായിട്ട് കിടന്നോളൂ, നമുക്ക് ഭയങ്കര കംഫർട്ടാണ്, ഇടുമ്പം കറക്റ്റായിട്ട് കിടക്കുന്നൊരു മോഡൽ തന്നെയാണ്. ഇതിന്റെ നമ്പർ P230, റേറ്റ് 290. നമുക്ക് അടുത്ത ഡിസൈൻ ഇതാ കേട്ടോ. ഇത് ഞാൻ പറഞ്ഞില്ലേ, സ്റ്റോൺസ് അപ്പുറം ഇപ്പറയൊക്കെ വെച്ചേക്കുന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ, ഏകദേശം സെയിം തന്നെ രീതിയിലുള്ള പേളും ഇതൊക്കെ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതും നല്ലൊരു ക്യൂട്ട് ഡിസൈൻ. ഇതുപോലെ ഇതിടാൻ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ, ജസ്റ്റ് സിമ്പിളായിട്ട് ഇങ്ങനെ ഇടാൻ പറ്റുന്നൊരു മോഡലാണ്. ഇത് പിള്ളേർ സെറ്റിനും ഒക്കെ നല്ല കേട്ടോ. പിള്ളേർ സെറ്റ് നല്ല, ഇത് എല്ലാ ഏജുകാർക്കും പറ്റും, കാരണം ഈ ഒരു കോമ്പിനേഷൻ ഇതായതുകൊണ്ട് ഏത് ഏജുകാർക്കാണെങ്കിലും പറ്റുന്ന ഒരു ഐറ്റമാണ്. സാരിയുടെ കൂടെ ആണെങ്കിലും നല്ലതാണ്, അല്ലാതെ ചുരിദാർ, നമ്മുടെ ലെഹങ്ക, അങ്ങനത്തെ എല്ലാ മോഡലിനെയും കൂടെ പറ്റും. ഞാനിപ്പോൾ കാണിച്ച പോലെ മുടി ഇടുന്നവരാണെങ്കിൽ ഭയങ്കര അടിപൊളിയായിട്ട് ഇടാൻ പറ്റുന്നൊരു മോഡലാണ് കേട്ടോ ഇത്. ഇതിന്റെ നമ്പർ P229, റേറ്റ് വരുന്നത് സെയിം തന്നെ 290. നമുക്ക് അടുത്ത ഡിസൈൻ ഇതാ കേട്ടോ. ഇതിപ്പം ഒരെണ്ണം കിട്ടിയില്ലെങ്കിൽ അടുത്ത്, കാരണം എല്ലാം ഒന്നിനൊന്ന് മെച്ചം എന്ന് പറയാം. എല്ലാം ഓൾമോസ്റ്റ് സെയിം, ഞാൻ പറഞ്ഞില്ല, ആ സ്റ്റോൺസ് ഇതൊക്കെ സെയിം തന്നെയാണ്. അപ്പം അതുകൊണ്ട് ചെറിയ ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരെണ്ണം എന്നുവെച്ചാൽ നമുക്ക് ആ കിട്ടിയില്ലെങ്കിൽ അടുത്ത് എടുക്കാം, കാരണം ഇഷ്ടക്കുറവ് വരത്തില്ല, കാരണം എല്ലാത്തിനും അതിൻ്റെതായ ഒരു ഭംഗി കൂടുതലുണ്ട്. ബാക്കി രണ്ട് സൈഡിലും ഉണ്ട് കേട്ടോ ഈ ഒരു ഇത്. പിന്നെ മേളിലാണെങ്കിലും ഫുൾ സ്റ്റോൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ മേളിലത്തെ നമ്മൾ ആ ഒരു ഇങ്ങനെ പിടിക്കുന്ന അതിൽ പോലും സ്റ്റോൺസ് ഉണ്ട്. മൊത്തത്തിൽ ഒരു ഗ്രാൻഡ് ലുക്കുള്ള ഐറ്റം എന്ന് തന്നെ പറയാം. നമുക്ക് ഡ്രസ്സിൻ്റെ അതുപോലെ തന്നെ അത്രയും ഒരു പ്രീമിയം ആയിട്ട് നിൽക്കുന്ന ഒരു ഐറ്റമാണിത്. ഇതിൻ്റെ നമ്പർ P231, റേറ്റ് 290. നമുക്ക് നെക്സ്റ്റ് വരുന്നത് സെയിം തന്നെ, ഏകദേശം ഇത് കണ്ടില്ലേ, 4 പേള് തന്നെയാണ് മിക്കയിലും തന്നെ യൂസ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ അകത്ത് സെൻട്രലായിട്ടാണ് കൂടുതലും ആ ഒരു നീണ്ട ടൈപ്പ് AD സ്റ്റോൺ കൊടുത്തേക്കുന്നത്. ഇതുപോലെയാണ് വരുന്നത്. ബാക്കിയെല്ലാം സെയിം ആട്ടോ. ഇതുപോലെയാണ് ഇതിൻ്റെ ആ ഒരു അകത്തെ പോർഷൻ കൊടുത്തേക്കുന്നത്. ഇവിടെയും സ്റ്റോൺ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് റേറ്റ് അല്ല, നമ്പർ P228, റേറ്റ് 290. നമുക്ക് ഇത് മാത്രമാണ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന ഒരു ഐറ്റം. നമ്മൾ ഇത്രയും നേരം കാണിച്ചതിൻ്റെ അകത്തെ പേളിൻ്റെ ചെറിയൊരു വേരിയേഷൻ വരുന്ന ഒരു ഐറ്റമാണിത്. ഇതിൻ്റെ കളർ എന്താ പറയുക, നമ്മുടെ ഡാർക്ക് ക്രീമിൻ്റെ ഒരു ഷെയ്ഡില്ലേ, പേളിന് ആ കളറാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഡിസൈന് ചെറിയൊരു വേരിയേഷൻ. ഇത് കുഞ്ഞു കുഞ്ഞു പേളാണ് ഇത് മൊത്തത്തിൽ കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ അകത്തും ചെറിയ ഡിസൈൻ വരുന്നുണ്ട്, ഇതുപോലെ കുഞ്ഞു സ്റ്റോൺ. അപ്പോൾ കളർ ചെറിയൊരു വേരിയേഷൻ ഉണ്ട് കേട്ടോ. ഇത് കുറച്ചുകൂടെ ഒരു ഡാർക്ക് ക്രീം ടോണാണ്, മറ്റേ നോർമൽ പേളിൻ്റെ കളറാണ് കൊടുത്തേക്കുന്നത്. വേറെ വലിയ വ്യത്യാസമില്ല, ചെറുതായിട്ട്. ഇതിൻ്റെ നമ്പർ വരുന്നത് P240, റേറ്റ് 290.